രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു തർക്കമുണ്ടായി. ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നേതൃത്വം ആരോ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി കൂട്ടുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെയും അകത്ത് കയറ്റിയിട്ടില്ല. പക്ഷെ അടുത്ത ദിവസം വാർത്ത വന്നതോ, ഒരുപാട് വാർത്തകൾ വന്നു. അതുമായി ബന്ധപ്പെട്ട് KPC പ്രസിഡന്റ് ഒറ്റ വാചകത്തിലാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാണ്. അതിനകത്ത് ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള എല്ലാം നിങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്, മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, സത്യം വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ നാട് ചുറ്റിക്കറങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിൽ സംഭവിച്ചതാ, അതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രീയകാര്യ സമിതി പല പ്രാവശ്യം കൂടിയിട്ടുണ്ട്, അപ്പോഴൊന്നും അങ്ങനെ വാർത്ത വന്നിട്ടില്ല. ഇവിടെ പേരെടുത്ത് പറഞ്ഞ വാക്കുകൾ വെച്ചാണ് വാർത്ത വന്നത്. നിങ്ങൾ ആരാണ് എന്ന് കുമാർ ചോദിച്ചതാണ്. ഞാൻ എൻ്റെ ഒരു ശൈലി, എൻ്റെ ഒരു ഭാഷ, എൻ്റെ ഒരു സ്വഭാവം, ഞാൻ സംസാരിക്കുമുള്ള കാര്യങ്ങൾ അത്ര ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളുമായി ചേർത്ത് എൻ്റെ നാവും തുമ്പിൽ ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലേ ആളുകൾ വിശ്വസിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും എനിക്ക് ചേർന്നതല്ല, എൻ്റെ ശൈലിക്ക് ചേർന്നതല്ല. പക്ഷെ അത് അത്തരത്തിൽ മാത്രമല്ല, അതിനപ്പുറത്ത് വന്നു മാധ്യമങ്ങൾ അത് ചർച്ചയാക്കി, വൈകുന്നേരം അന്തിച്ചർച്ചയായി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാനുള്ള വേദി തന്നെയാണ്. അതിനകത്ത് വളരെ വിവിധ തരത്തിൽ ചർച്ച നടക്കും, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് കോൺഗ്രസ് അതിന്റെ നിലപാട് വ്യക്തമാക്കുക. അപ്പോൾ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും. ഒരേ അഭിപ്രായമാണ് ഈ പ്രശ്നമില്ലല്ലോ, അതല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. അതിലേതാണ് നല്ലത് എന്ന് പരിശോധിച്ചാണ് പിന്നീട് ഒരു കാര്യങ്ങൾ തീരുമാനിക്കുക. വിമർശനം ഉണ്ടായി എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ കൊച്ചിയിൽ സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്ത കാര്യങ്ങളുണ്ടാവും. അത് പറയും, അതിനകത്ത് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളും, എല്ലാവരും കൂടി തീരുമാനിക്കും. അത് പിന്നെ വിമർശനം ഉണ്ടാവും. മുമ്പ് വിമർശനം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ K. കരുണാകരനെതിരെ വിമർശനം ഉണ്ടായിട്ടില്ലേ, ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു വിമർശനം ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്പരം വലിയ ഒരു പോരാട്ടത്തിന്റെ തലത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല, നിങ്ങൾ എന്താ പറഞ്ഞത്, ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയില്ല, KPC പ്രസിഡന്റും VD സതീശനും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയില്ല, അത് വലിയ അകൽച്ചയാണ്. നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ പത്രങ്ങളിൽ മുഴുവൻ എന്താ, പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ അവർ പത്രങ്ങളോട് ഒരുമിച്ച് സംസാരിച്ചു, ഒരുമിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതോട് ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഈ വാർത്തകൾ യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകുന്ന സാഹചര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്പറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയം കേരളത്തിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവർ കുറെ 10 വർഷമായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറ്റാനുള്ള അവസരമാണ്. നിങ്ങളെല്ലാം പറഞ്ഞു വെച്ചു, ഒരു ഗവൺമെന്റ് വരുന്നതിന് ഞാൻ എതിരാണ് എന്നുള്ള രീതിയിൽ പോലും നിങ്ങൾ പറഞ്ഞു വെച്ചു. ഞാനിവിടെ മലപ്പുറത്തുള്ളവർക്ക് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ഒരാളാണ്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ഗ്രൂപ്പിനകത്ത് ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ എൻ്റെ ഒരു ഇതൊന്ന് പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് പോലും ഏറ്റവും ശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയം നടത്തുമ്പോൾ പോലും എൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും നേതാക്കൾക്കെതിരെ, പാർട്ടിക്കെതിരെ ഒരു വരി പോലും വന്നത് നിങ്ങളുടെ ഒന്നും ലൈബ്രറിയിൽ കാണാൻ കഴിയില്ല. മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾ പലർക്കും അറിയാലോ. ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ ജില്ലയിൽ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു, കേരളത്തിലെ നേതാവായിരുന്നു. അദ്ദേഹത്തോട് വ്യത്യസ്തമായി ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് വരെ അദ്ദേഹം മരിക്കുന്നവരെ ഒരു വാക്ക് പോലും ഞാൻ അദ്ദേഹത്തിനെതിരായിട്ടോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഗ്രൂപ്പിനെതിരായിട്ടോ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതല്ല. രാഷ്ട്രീയമായ കാര്യങ്ങൾ, പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുക എന്നതിനപ്പുറത്ത് ഒരിക്കലും അത് പത്രങ്ങളോട് പറയുകയോ ജനങ്ങളോട് പറയുകയോ അതുവഴി പാർട്ടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമീപനം ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ ആർക്കും പറയാൻ കഴിയില്ല കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തി എന്നൊന്നും നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല.